സച്ചിൻ ദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോണത്. അപ്പോൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ആദ്യം ടൈപ്പ് ഓഫ് റിലേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ എക്സാമ്പിൾസ് നോക്കണം, എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കും. അപ്പോൾ ടൈപ്പ് ഓഫ് റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? 3 ടൈപ്പാണ് റിലേഷൻസിനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ആ 3 എന്താണെന്നുള്ളത് പഠിച്ചേക്കണം. അപ്പോൾ ആദ്യത്തെ റിഫ്ലെക്സീവ് ആണ്, പിന്നത്തെ സിമെട്രിക് ആണ്, പിന്നെ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ഉണ്ട്, സിമെട്രിക് ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് റിഫ്ലെക്സീവ് എന്താ, റിഫ്ലെക്സീവ് എന്താ അല്ലേ? അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ്. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു, റിലേഷൻ ഇപ്പോൾ ഏതോ ഒരു പരസ്യത്തിൽ വാർത്തയിൽ കണ്ടിട്ടുണ്ട്, പരസ്യത്തിലല്ല, ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു, അതന്നെ കഴിച്ചു അല്ലേ, വിഭവം കഴിച്ചു. അപ്പോൾ അവിടെ എന്താണ്, സ്വയമേ റിലേഷനാണ്. അങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പഠിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇതെല്ലാം ഉദ്ദേശിച്ചത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്താണ്, റിഫ്ലെക്സീവാണ്. എനോട് എന്നെ എന്ത് ചെയ്തു, അങ്ങനെ റിലേഷനായി, അതാണ് എന്ത്, റിഫ്ലെക്സീവ്. ഇനി അടുത്തത് എ ബിനോടും, എന്താണ്, ബിനോടും. ഇതിങ്ങനെയാണ് കാണിക്കുക കേട്ടോ, ഓപ്പൺ പെയറിലാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ എ ബിനോടും ഉണ്ടെന്ന് വിചാരിക്കുക. ബിക്ക് എനോട് ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? എക്ക് ബിനോട് ഒരു റിലേഷൻ ഉണ്ട്, ബിക്ക് എനോട് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അതെന്താണ്, സിമെട്രിക് ആണ്. ബിക്ക് എനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ സിമെട്രിക്, രക്ഷപ്പെട്ടു, ആ ചെക്ക രക്ഷപ്പെട്ടു. ബിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്, സെറ്റാണ്, മനസ്സിലായി. ഇനി അപ്പോൾ എന്താണ്, സിമെട്രിക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ അറിയണം, അതെ, ട്രാൻസിറ്റീവ് എന്താണെന്ന് അറിയണം അല്ലേ. എനിക്ക് എന്തുണ്ട്, ബിനോടുണ്ട്. മനസ്സിലാക്കി വയ്ക്കേണ്ടത് എന്താ, എക്ക് ബിനോടുണ്ട്, പക്ഷേ ബിക്ക് സിനോടാണ്. അതാരാന്നൊന്നും നോക്കണില്ല. എക്ക് ബിനോടുണ്ട്, ബിക്ക് സിനോട്, അത് കുഴപ്പമില്ല അല്ലേ, അതൊന്നും വിഷയമില്ല. പക്ഷേ ശരിക്കും റിലേഷൻ ഇങ്ങോട്ടാ, എക്ക് സിനോടാണ്. അപ്പോൾ വലിയ നിസ്സാരക്കാരനല്ല അല്ലേ. എക്ക് ബിനോടും ഉണ്ട്, എക്ക് സിനോടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചിരിക്കുക, എക്ക് ബിനോടും ബിക്ക് സിനോടും, പക്ഷേ എ സീനായിട്ടാണ് റിലേഷൻ എന്നുണ്ടെങ്കിൽ അതെന്താണ്, ട്രാൻസിറ്റീവാണ്. പഠിച്ചില്ലേ, ഇങ്ങനെ പഠിച്ചാൽ സിമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനെ 3 ഇവിടെ നടന്നു എന്നുണ്ടെങ്കിൽ, എന്ത് 3 നടന്നു എന്നുണ്ടെങ്കിൽ, സിമെട്രിക് ആണെങ്കിൽ എനോട് തന്നെ, അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ എനോട് തന്നെ, സിമെട്രിക് ആണെങ്കിൽ എ ബിനോടും ബി എനോടും വേണം. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എ ബിനോടും ബി സിനോട്, ബി പോയിട്ട് എനോടല്ല, പോയിട്ട് എന്താണ്, ബി പോയിട്ട് സിനോടാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണം, സിനോട്. അങ്ങനെ കേട്ടോ. ഇനി അതല്ല, ഇപ്പോൾ നോക്കുകയാണ്, ഇപ്പോൾ ഞാൻ വേറെ പറഞ്ഞുതരാം, വേറെ എക്സാമ്പിൾ വരുമ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇങ്ങനെ പഠിച്ചിരിക്കുക, മനസ്സിലായല്ലോ. ഇങ്ങനെ 3 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇക്വലൻസ് റിലേഷനാണ്. മനസ്സിലായോ, ഇക്വലൻസ് റിലേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യം, വേറെന്താ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് കുറച്ചും കൂടിയും ക്ലിയർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്, കുറേ കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എഴുതാറ്, പൊതുവേ ഓപ്പൺ ബ്രാക്കറ്റിലാണ് എഴുതുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് എക്സും വൈ ഞാൻ ഒരു റിലേഷനാണെന്ന് എഴുതാം. അത് റിലേഷനാണെന്ന് അവർ സമ്മതിക്കില്ല, അത് എത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. എങ്ങനെ കാണിക്കണം, എന്ത് കാണിച്ചു കൊടുക്കണം, എക്സ് വൈ എടുക്കുക, അത് സെഡിലുണ്ടാവണം. എവിടെ ഉണ്ടാവണം, സെഡിലുണ്ടാവണം. അങ്ങനെ എടുക്കുന്ന എക്സും വൈയും നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോ, എക്സും വൈയും എവിടെ നിന്ന് വേണമെന്ന് അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അല്ല, എക്സും വൈ എടുക്കണം, അത് എവിടെ നിന്ന് എടുക്കണം, സെഡ് എന്ന് എടുക്കണം. മര്യാദയ്ക്ക് സെഡ് എന്ന് പോയി എടുത്തിട്ട് അല്ലേ. അപ്പോൾ സെഡ് എന്താ, ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. സെഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അത് അവിടെ കിട്ടെ.
ഇപ്പം ഞാൻ എന്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, എക്സും വൈയും ഞാൻ എടുത്താൽ അത് സെഡിലുണ്ട്. കണ്ടോ, കണ്ടീഷൻ പറയുന്ന കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇവിടെ റിലേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സും വൈയും റിലേഷൻ ആണ്, അങ്ങനെ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എക്സും വൈയും സെഡിലുണ്ടാവണം. എക്സ് മൈനസ് വൈ എവിടെ ഉണ്ടാവണം? സെഡിലുണ്ടാവണമെന്ന്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? സെഡിലുണ്ടാവണം. ഞാൻ പറഞ്ഞത് അല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, എടുത്ത് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് റിലേഷനാണ്. നീ ഏത് വേണമെങ്കിലും എടുത്തോ, ഇപ്പോൾ സിമെട്രിക്കോ ട്രാൻസിറ്റീവോ റിഫ്ലെക്സീവോ എന്നാ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ, റിലേഷൻ ആവുള്ളൂ. ഓക്കെ, റിലേഷൻ ആണെന്നുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ റിലേഷൻ ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടി വരും. നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെഡ് കാണിച്ചിട്ടുണ്ട്. സെഡ് ഉണ്ട് കേട്ടോ. സെഡ് നോക്കിയേ. സെഡ് എന്താ ശരിക്കും പറഞ്ഞാൽ? നമുക്കിവിടെ എന്തൊക്കെ വേണം? പോസിറ്റീവ് നമ്പേഴ്സ് വേണം, പിന്നെയോ 0 വേണം, പിന്നെയോ നെഗറ്റീവ് നമ്പേഴ്സും വേണം. പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, 0 ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഇനി ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ട് 0 ഉണ്ട്, 1 2 3 എക്സെട്ര, പിന്നെയോ -1 -2 എക്സെട്ര. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റൊക്കെ നമ്മൾ പഠിച്ചതാട്ടോ കഴിഞ്ഞെല്ലാം ഫസ്റ്റ് വണ്ണിലെ. അപ്പോൾ സെറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റീജേഴ്സ് എന്താണ്. ഇനി പറഞ്ഞില്ല എന്നൊന്നും വേണ്ട. സെഡ് പഠിച്ചേക്കുക. ഇൻറ്റീജേഴ്സ് എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. മലയാളത്തിൽ തന്നെ ആയാലും നമുക്ക് വേണ്ടപ്പോൾ ഇപ്പം എന്താണ് ഇൻറ്റീജേഴ്സ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഗ്രാഫൊക്കെ ഓർക്കുക. ഇൻറ്റീജർ ഗ്രാഫ് ഓർത്ത് വയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0 വേണം, 1 2 3, പിന്നെയോ -1 -2. ഗ്രാഫ് വരയ്ക്കാൻ അറിയാത്തവരൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ എഴുതുന്ന നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വേണം, പോസിറ്റീവ് നമ്പേഴ്സ് വേണം, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് എന്ത്? ഇൻറ്റീജേഴ്സ്. സെഡ് ഇനി അവർ പറയും ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു തരും കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സെഡ് തന്നെ പഠിച്ചിരിക്കട്ടാ. സെഡ് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കാം. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇതിലെ പോലെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തണ്ടേ? അപ്പോൾ ആദ്യം സെഡിൽ ഇന്ന എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. സെഡിൽ നിന്ന് ഞാൻ എടുക്കാം. എനിക്ക് ഇന്ന ഏത് എലമെൻറ്റ്സ് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സെഡിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഓർക്കേണ്ടത് എന്തായിരുന്നു? റിഫ്ലെക്സീവ്. സ്വന്തമേ റിലേഷൻ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എനോട് തന്നെ എന്ത് ചെയ്തു? റിലേഷനായി. ഇത് റിലേഷനാണ് എന്ന് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ റിലേഷനാണെന്ന് ചെക്ക് ചെയ്തിട്ടില്ല. എനോട് തന്നെ റിലേഷനായി. അത് ഞാൻ ഡെഫിനേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയാം. ഇത് റിലേഷനാണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം നമ്പേഴ്സ് തന്നെ എടുക്കണം. ഇവിടെ നമ്പേഴ്സ് ആയതുകൊണ്ട് എയും അല്ല, സെയിം നമ്പേഴ്സ് തന്നെ എടുക്കേണ്ടി വരും. 1 എടുത്താൽ 1 തന്നെ എടുക്കേണ്ടി വരും, 2 എടുത്താൽ 2 എടുക്കേണ്ടി വരും, -1 എടുത്താൽ -1 എടുക്കേണ്ടി വരും. ഞാൻ സിമ്പിളാക്കിയിട്ട് ഏതെടുക്കുന്നുള്ളൂ? 1 എടുക്കുന്നുള്ളൂ. എനിക്ക് ഒരു നമ്പർ എടുത്ത് ചെയ്താൽ മതി അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ നമുക്ക് ചെയ്താൽ തന്നെ ഏകദേശം മനസ്സിലാവും, കാര്യം തീരുമാനമാവും അല്ലേ? അപ്പോൾ ഞാൻ എടുക്കുകയാണ് 1 എന്താണെന്ന് കാണിക്കാൻ പോവാണ്. റിലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആണെന്ന് കാണിക്കാൻ പോവാണ്. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 1 എന്താണ്? ആറിലുണ്ട് എന്നാണ് കാണിക്കേണ്ടത്, റിലേഷൻ ആണ് എന്ന് കാണിക്കേണ്ടത്. അങ്ങനെ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സും വൈയും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇത് ഈ ക്വസ്റ്റ്യൻ പ്രകാരം എക്സും വൈയും ഞാൻ എടുത്താൽ എക്സും വൈയും എന്തിലുണ്ടാവണം? സെഡിലുണ്ട്. എക്സ് മൈനസ് വൈയും എന്തിലുണ്ട്? സെഡിലുണ്ട്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ആവത്തുള്ളൂ. അപ്പോൾ ഈ കളികളൊന്നും ഇവിടെ നടക്കില്ല. നമുക്ക് എന്ത് കാണിക്കണം? 1 1 അല്ല എടുത്തേ. അപ്പോൾ ആദ്യം 1 1 തന്നെ എടുക്കുകയാണ്. ഇത് ആറിലുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ വെക്കട്ടെ, നമുക്ക് എടുക്കാം. എടുത്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ. റിലേഷൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പോവല്ലേ? ചെക്ക് ചെയ്യാൻ പോവുക ആദ്യം. അപ്പോൾ ആദ്യം എക്സ് എന്താണ് 1 ആയിട്ടും വൈ 1 ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തെറ്റുണ്ടോ? ഇല്ല. അത് രണ്ടും എന്തിലുണ്ട്? സെഡിലുണ്ട്. അത് രണ്ടൊന്നും പറയണ്ട, രണ്ടും എന്തുതന്നെയാണ്? സെയിം നമ്പറാണ്. അപ്പോൾ 1 എന്തിലുണ്ട്? ആറിലുണ്ട്, സെഡിലുണ്ട്. സെഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റീജേഴ്സിലുണ്ട്, ഇൻറ്റീജറാണ്. പക്ഷേ അത് റിലേഷൻ ആയിട്ടില്ല. എന്തുകൂടി നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്?
ഈ എടുത്ത എക്സും വൈയും മൈനസ് ചെയ്താലേ അതും സെഡിലുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ എന്താവുള്ളൂ, റിലേഷൻ ആവത്തുള്ളൂ. അപ്പം 1 ഉം 1 ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1 ഉം 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 0 കിട്ടുക. 0 എന്തിലുണ്ട്, സെഡിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, സെഡിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് റിലേഷനാണ്. ഏത് റിലേഷനാണ്, 1 ഉം 1 ഉം റിലേഷനാണ്. അതുകൊണ്ട് ഇവിടെ അത് കഴിഞ്ഞു, അത് റിഫ്ലെക്സീവായി. എളുപ്പമാണോ, എളുപ്പമാണ്. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അടുത്തതും ചെക്ക് ചെയ്യാനുള്ളത്. ഏതും ചെക്ക് ചെയ്യാനുള്ളത്, യെസ്, നമ്മുടെ 6 സിമ്മട്രിക് ആണ് എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, കാരണം 1 സെഡിൽ നിന്ന് എടുത്തു. 1 ഉം 1 ഉം മൈനസ് ചെയ്തപ്പോൾ, എക്സും മൈനസ് വൈ ചെയ്തപ്പോൾ, 1 ഉം 1 ഉം മൈനസ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. റിലേഷൻ ആണെന്ന് കിട്ടി. 1 ഉം 1 ഉം ഓപ്പൺ പെയറിൽ എഴുതി, അത് റിലേഷൻ ആണ് എന്ന് കാണിച്ചു. 6 റിഫ്ലെക്സീവ് ആണ് അല്ലേ? റിലേഷൻ ഉണ്ട്. ഇതേപോലെ ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, ഞാൻ ഡെഫിനേറ്റിലേക്ക് പോവാണേ. എയും ബിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ക് ബിയിനോട് ഉണ്ട്, റിലേഷൻ ഉണ്ട്. ഇനി ബിക്ക് എനോട് റിലേഷൻ ഉണ്ടോ എന്നുള്ളതും കൂടി കാണിച്ചാൽ നമുക്ക് എന്തായി, അതന്നെ സിമ്മട്രിക് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പക്ഷേ എയും ബി ഇവിടെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ എയും ബിയും അല്ല ഇവിടെ ഉള്ളത്, എന്താണുള്ളത്, നമ്പേഴ്സാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്പേഴ്സ് എടുക്കണം. ഏതൊക്കെയാണ്, 1 ഉം 2 എടുക്കാം. 1 ഉം 2 എടുത്താൽ അത് റിലേഷൻ 6 ഉണ്ട് എന്ന് കാണിക്കണം. അങ്ങ് ഉണ്ടെന്ന് കാണിക്കുക. ഉണ്ടെന്ന് കാണിക്കാൻ നമുക്കറിയാലോ, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൂടി കാണിക്കണം, 2 1 ഉം കൂടി 6 ഉണ്ട് എന്ന് കാണിച്ചാൽ കാര്യം കഴിഞ്ഞു. 1 ഉം 2 എടുത്താൽ 1ന് 2നോട് ഉണ്ട്, 2 1നോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ റിലേഷൻ ആവുള്ളൂ. അതന്നെ സിമ്മട്രിക്ക്. അതന്നെ. അപ്പോൾ ആദ്യം 1 ഉം 2 എടുത്താൽ 2 ഉം 1 ഉം കാണുമ്പോൾ കാണിക്കേണ്ടി വരും. അതന്നെ. അപ്പോൾ ഇത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 ഉം 2 ഉം കാണിക്കണം, അത് 6 ഉണ്ട് എന്നും കാണിക്കണം. അപ്പോൾ ആദ്യം 1 ഉം 2 ആയതുകൊണ്ട് എക്സ് 1 ഉം വൈ എന്താണ് 2 ആയിട്ടും വരും. മൈനസ് ചെയ്യേണ്ടി വരും. മൈനസ് ചെയ്താൽ -1 എന്ന് വരും. ശരിയല്ലേ? 1 - 2 എന്താടാ, -1. ചെറുതെന്ന് വലുത് കുറച്ചാൽ വലുതിൻ്റെ സൈനാണ് എടുക്കുന്നത്. ശരിയല്ലേ? രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ -1 അല്ലേ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. അവിടെ ആക്കട്ടെ, അതുവരെ ആക്കട്ടെ. ഇനി എക്സ് ഇവിടെ ഇനി അടുത്ത് എന്താണ്, 2 ആണ് എടുക്കേണ്ടത്. എക്സ് എന്താണ് എടുക്കേണ്ടത്, 2 ആണ് എടുക്കേണ്ടത്. കാരണം എന്താ, 1ന് 2നോട് ഉണ്ട്, ഇനി 2ന് 1നോട് ഉണ്ടെന്ന് കാണിക്കണ്ടേ. അപ്പോൾ അടുത്തെന്താ, 1ന് 2നുള്ള പോലെ വീണ്ടും 1 ഉം 2 ഉം എടുത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്ത് കാണിക്കണം, 2 1നോട് ഉണ്ട് എന്ന് കാണിക്കണം അല്ലേ? നിസ്സാര പണിയൊന്നുമില്ല അല്ലേ? എന്നാൽ കുഴപ്പമില്ല, എളുപ്പമാണ്. അപ്പോൾ ഇവിടെ എക്സ് ഇവിടെ എന്തായി 2, വൈ ഇവിടെ എന്താണ് 1. അത് രണ്ടും സൈഡിലുള്ളതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അവിടെ തന്നെയല്ലേ നമ്മൾ എടുത്തത്. ഇനി നമുക്ക് എന്ത് മാത്രം കാണിച്ചാൽ മതി, സത്യത്തിൽ എക്സ് മൈനസ് വൈ എന്താണ് സെഡിലുണ്ടെന്ന് കാണിക്കാം. എക്സ് ഇവിടെ 2 ആണ്, വൈ ഇവിടെ 1 ആണ്. അപ്പോൾ 2 - 1 ആണോ? അല്ല, വെറും 1. ആ 1 എന്തിലുണ്ട്, -1 ഉം സെഡിലുണ്ട്, 1 ഉം സെഡിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ നമ്മൾ എഴുതിയ ആ രണ്ടും എന്ത് തന്നെയാണ്, 1 2 6 6ലുണ്ട്, റിലേഷനാണ്. എന്താണ്, 2 1 ഉം റിലേഷൻ 6ലുണ്ട് എന്ന് പറയാം. അപ്പോൾ രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ 1ന് 2നോടും ഉണ്ട്, 2 1നോടും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ പറയുക, സിമ്മട്രിക് ആണ് പറയാം. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് നോക്കൂ, അടുത്തത് എന്താ പറയുന്നത്, യെസ്, അടുത്തതെന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് നമുക്ക് കാണിക്കാനുള്ളത്. ട്രാൻസിറ്റീവ് വളരെ ഈസിയാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ട്, ബാക്കി നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, 2 നമ്പേഴ്സ് എടുക്കേണ്ടി വരും. ആ 2 നമ്പേഴ്സ് 1 2 ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക, അത് 6ലുണ്ട്, ഇത് കാണിക്കണം. പിന്നെ 2 1 തന്നെ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എന്താ, 3 ആണ് എടുക്കുന്നത്, അതും എന്തിലുണ്ട് 6ലുണ്ട് എന്ന് കാണിക്കുകയാണ്. ഞാൻ 3 നമ്പേഴ്സ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ 1 2 1 ഇവിടെ ഉള്ളതാണ്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, ശരിയായല്ലോ.
നിങ്ങൾ മൂന്ന് നമ്പേഴ്സ് ഡിസ്റ്റൻറ്റ് നമ്പേഴ്സ് ഞാൻ എടുത്തു എന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. വ്യത്യസ്ത നമ്പേഴ്സ് എടുത്തു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ ശരിക്കും ആരായിട്ടുള്ളത് 1ഉം 3 ആണെന്നാണ് പറഞ്ഞത്. ചെയ്യാം. അപ്പോൾ ആദ്യം 1 എടുത്തു, 2 എടുത്തു. അപ്പോൾ 1ഉം -2 എന്താണ്? -1. അപ്പോൾ അത് റിലേഷനാണ്. കാരണം 1ഉം 2ഉം സെഡിലുണ്ട്. മൈനസ് ചെയ്തപ്പോൾ -1ഉം എന്തിലുണ്ട്? സെഡിലുണ്ട്. അതുകൊണ്ട് ഇത് റിലേഷൻ ആറാണ്. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2ഉം 3ഉം ഇതേപോലെ കാണിക്കണം എന്നാണ്. ഇവിടെ x 2 ആണ്, y എന്താണ്? 3 ആണ് അല്ലേ? അപ്പോൾ x ഇവിടെ 2 ആണ്, y ഇവിടെ 3 ആണ്. അപ്പോൾ x - y 2 - 3 എന്ന് വരും അല്ലേ? അപ്പം -1 തന്നെയല്ലേ? -1 എന്തിലുണ്ട്? യെസ്, സെഡിലുണ്ട്. അപ്പോൾ നമ്മളെടുത്ത 2ഉം 3ഉം സെഡിലുണ്ടായിരുന്നു. അതുപോലെ നമ്മളെടുത്ത ആ 2 നമ്പേഴ്സ് മൈനസ് ചെയ്തപ്പോഴും എന്തിലുണ്ട്? സെഡിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റിലേഷനാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ഓക്കെ. ഒന്ന് 1 2 6ലുണ്ട്, 2 3 6ലുണ്ട്. ഓക്കെ, നമുക്ക് എന്തുകൂടി കാണിച്ചാൽ മതി? 1 3യും കൂടി 6ലുണ്ട് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എടുക്കണം, x 1 ആയിട്ടും y 3 ആയിട്ടും എടുത്ത് 1ഉം 3ഉം എന്തിലുണ്ട്? സെഡിലുണ്ട്. ആദ്യം ഇത് നോക്കണം കേട്ടോ. നമ്മൾ ഇവിടുന്നൊക്കെ എടുക്കുമ്പോഴും അത് സെഡിലുണ്ട് എന്ന് കാണിക്കിട്ട് ഉറപ്പ് വരുത്തണേ. പിന്നെ മൈനസ് ചെയ്യുമ്പോൾ സെഡിലുണ്ട് എന്ന് കാണിക്കാം. അപ്പോൾ 1 - 3 എന്താണ്? -2 ആയതുകൊണ്ട് തന്നെ അതും സെഡിലുണ്ട്. അങ്ങനെ 1 2 സെഡിലുണ്ട്, 2ഉം 3ഉം സെഡിലുണ്ട്, 1ഉം 3ഉം സെഡിലുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം A Bയിലും B Cയിനോടും A Cയിനോടും ആണ് എന്നുണ്ടെങ്കിൽ റിലേഷൻ എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? 1ഉം 3ഉം റിലേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രാൻസിറ്റീവ് ആണ്. 6 എന്ന് പറയണത് എന്താന്ന് പറയാം? 6 എന്ന് പറയണത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അത്രയേ ഉള്ളൂ. അങ്ങനെ ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് കിട്ടി, പിന്നെ സിമെട്രിക് കിട്ടി, ട്രാൻസിറ്റീവ് കിട്ടി. അങ്ങനെ 3 ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ഇക്വിവാലൻസ് റിലേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തേ ഉള്ളൂ? ടൈപ്പ് ഓഫ് റിലേഷൻസ്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. പിന്നെ ഈ 3 ആണ്, 3 കണ്ടീഷനും സെറ്റായി. 3 ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇക്വാലൻസ് റിലേഷനാണ്. 3 റിലേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ, ഒരേപോലെ 3ഉം ഇവിടെ ഒരേപോലെ കാണിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ കണ്ടീഷൻ ആദ്യത്തെ ടോപ്പിക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എക്സാമ്പിൾസ് ഇനിയും ഉണ്ട്, ചെയ്ത് നോക്കാം നമുക്ക് പ്രോബ്ലംസ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഇന്ന് നമുക്ക് ഒന്നേശൊക്കെ ചെയ്യാനായി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഒത്തിരി ലെങ്തി ആവും. ഇപ്പോൾ തന്നെ 18 മിനിറ്റായി. നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? കഴിഞ്ഞിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. 3 ടൈപ്പ് ഒന്നുമില്ല, 2 ടൈപ്പേ ഉള്ളൂ. ആദ്യത്തെ 1 ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനാണ് 1 ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓൺ ടു ഫംഗ്ഷൻ. 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, ഇതിൽ 1 ആണ്, ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബൈജക്റ്റീവ്. 1 ആണ്, 1 ആണ്, ഓൺ ടു ആണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബൈജക്റ്റീവ്. അപ്പോൾ 1 ആവണം, ഓൺ ടു ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത്? ബൈജക്റ്റീവ്. ഇതൊന്നും അറിയില്ല, പറഞ്ഞില്ല എന്നൊന്നും പറയരുത്, സിമ്പിളാണ്. ബൈജക്റ്റീവ് എന്ന് പറയുന്ന വാക്ക് വേണ്ടി വരും. 1 ഓൺ ടു ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരും. പക്ഷേ ബൈജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പോൾ ബൈജക്റ്റീവ് എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ 2. എന്ത് 2? 1 ആണ്, ഓൺ ടു ആവണം. 2 ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് കോമ്പോസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കാം. കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം, ഒക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എവിടേക്ക് പോവാണ്? 1 ഓൺ ടു എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. എന്തോ ഉണ്ട്, എന്തൊക്കെ പറഞ്ഞു അല്ലേ? 1 ആണ്, ഓൺ ടു ആണ്. 2 ആണെങ്കിൽ ബൈജക്റ്റീവ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് 1 എന്താണ് ഓൺ ടു എന്ന് പറഞ്ഞില്ലല്ലോ. നമുക്ക് നോക്കാം. അതാണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ നോക്കൂ, എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റും ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 5, ബി എന്ന് പറയുന്ന സെറ്റിൽ 1 4 9 16 25 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷനാണ്. എ എന്ന് പറയുന്ന ഫംഗ്ഷൻ
എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷനാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് കുറേ എന്ത് ചെയ്യുന്നു, മാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി f(1) തന്നിട്ടുണ്ട് 1 ആണെന്നും f(2) എന്നാണത് മാപ്പിംഗ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് എവിടേക്കാണ് മാപ്പ് ചെയ്യുന്നത് പറഞ്ഞു. സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കാണ്. എയിലത്തെ ഏതൊക്കെ എലമെൻറ്റ്, ബിയിലത്തെ ഏതൊക്കെ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. f(1) 1നോടും, f(2) എന്ന് പറയുന്നത് 4നോടും, f(3) എന്ന് പറയുന്നത് 9നോടും, f(4) എന്ന് പറയുന്നത് 16നോടും, f(5) എന്നുള്ളത് 25നോടുക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് ഷോ ദാറ്റ് f എന്ന് പറയുന്നത് 1 1 ആണെന്നും f എന്ന് പറയുന്നത് 1 2 ആണെന്നും ദസ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുമാണ് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. എളുപ്പടാ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് കണ്ടോ, ഇതാണ് കേട്ടോ. ബി എന്ന് പറയുന്ന സെറ്റ് കണ്ടോ, ഇതാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് വന്നത്, എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ കളി എയിൽ നിന്ന് ബിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എയിൽ ആണെങ്കിൽ 1 2 3 4 5 എലമെൻറ്റ്സ് ഉണ്ട്, ബിയിലും 5 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, നോട്ട് ദ പോയിന്റ്. 5 എലമെൻറ്റ്സ്. അപ്പം എയിലെ ആദ്യത്തെ എലമെൻ്റ് ആണ് 1, ബിയിലെ ആദ്യത്തെ എലമെൻ്റ് ആണ് എന്ത് 1. അപ്പോൾ എയിലത്തെ ആദ്യത്തെ എലമെൻറ്റ് ബിയിലത്തെ ആദ്യത്തെ എലമെൻറ്റിനോട് എന്ത് ചെയ്തു, മാപ്പ് ആണ്. അത് അവർ പറഞ്ഞിട്ടുണ്ട്. f(1) എന്ന് പറയുന്നത് 1 ആണെന്ന്. ഇനി അടുത്തത് f(2) എന്ന് പറയുന്നത് എവിടേക്കാണ് പോകുന്നത്, 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എലമെൻ്റ് ആയിരുന്നു 2, ആ 2 രണ്ടാമത്തെ എലമെൻറ്റിൽ 4നോട് മാപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 3 9ലേക്ക് പോകുന്നുണ്ട്, 4 16ലേക്ക്, 5 25ലേക്ക്. ഇനി നമ്മുടെ കണ്ടീഷൻ ഇത് 1 1 ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 1 ആണ് എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 1 1 ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ, അത്രയേ ഉള്ളൂ. എന്തേ കാര്യം പറയാനുള്ളൂ. യെസ്, 1 1ലേക്കും 2 4ലേക്കും 3 9ലേക്കും 4 16ലേക്കും 5 25ലേക്കും പോയിട്ടുണ്ട്. അതൊക്കെ ആണോ? ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ ഇനി എലമെൻസ് ഇല്ല. ഏതൊരു എലമെൻസും എവറി എലമെൻസ് എല്ലാ എലമെൻസും എന്ത് വന്നിട്ടുണ്ട്, മാപ്പ് വന്നിട്ടുണ്ട്. കണ്ടോ, 1 നിന്ന് 1ലേക്കാണ് പോയിരിക്കുന്നത് അല്ലേ. 1 നിന്ന് 1ലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, അതും ഡിഫറെൻ്റ് എലമെൻസിലേക്കാണ് പോയത്. 1 പിന്നെ എവിടേക്ക് പോയിട്ടില്ല, 4ലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, ഡിഫറെൻ്റ് എലമെൻ്റ് അല്ലേ. മനസ്സിലായോ? എയിലെ എല്ലാ എലമെൻസും ബിയിലെ ഡിഫറെൻ്റ് എലമെൻസിലേക്കാണ് പോയിക്കുന്നത്. പിന്നെ 1 4ലേക്ക് പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്. ഇനി ശ്രദ്ധിക്കുക, 2 എന്ത് ചെയ്തിട്ടുണ്ട്, 4ലേക്ക് പോയിട്ടുണ്ട്. ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, ബിയിലെ ഡിഫറെൻ്റ് എലമെൻറ്റിലേക്ക് മാപ്പ് പോയിട്ടുണ്ട്. ഇനി 3 എന്ന് പറയണത് 3 എന്ന് പറയുന്നത് എന്താണ്, എയിലെ ഒരു എലമെൻ്റ് ആണ്, ബിയിലെ ഒരു ഡിഫറെൻ്റ് എലമെൻറ്റിലേക്ക് മാപ്പ് പോയിട്ടുണ്ട്. 4 എന്ന് പറയണത് 16 ആണ്. 4 എന്ന് പറയണത് എയിലെ ഒരു എലമെൻ്റ് ആണ്, അത് ബിയിലെ എലമെൻ്റ് ആയിട്ടുള്ള 16ലേക്കാണ് പോയത്. വീണ്ടും 9ലേക്ക് പോയിട്ടില്ല. വീണ്ടും 9ലേക്ക് പോയിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അത് ഡിഫറെൻ്റ് എലമെൻ്റ് അല്ലേ. ഓക്കെ. ഇനി 5 എന്ന് പറയണത് എവിടേക്കാണ് പോയത്, 25ലേക്കാണ് പോയത്. 5 എന്ന് പറയുന്നത് എയിലെ ഒരു എലമെൻ്റ് ആണ്, ആ എയിലെ എലമെൻറ്റ് ബിയിലെ ഒരു എലമെൻ്റ് ആയിട്ടുള്ള 25ലേക്ക് പോയിട്ടുണ്ട്. അതും ഡിഫറെൻ്റ് എലമെൻറ്റാണ്. 1 4 9 16 25 സെയിം എലമെൻറ്റിലേക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, മാപ്പ് വന്നിട്ടില്ല. അപ്പം നേരെ മറിച്ചിട്ടേ ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, സിമ്പിളാക്കി പറഞ്ഞുതരാം. അപ്പോൾ തോന്നുകയാണ് അവർക്ക്, 5ന് തോന്നുകയാണ് നമുക്കൊന്ന് 60ക്ക് തന്നെ പോയാലോ. 5ന് തോന്നുകയാണ്, 5 എന്ന് പറയുന്നത് ഏതൊരു എലമെൻ്റ് ആണ്, ആ എലമെൻറ്റിന് തോന്നുകയാണ് 25 എനിക്ക് വേണ്ട, നിന്നായിട്ടുള്ള കണക്ഷൻ ഇല്ല, ഞാൻ 16 തന്നെ നോക്കുകയാണ്, ഞാൻ 16 നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 16 പിന്നാലെ പോയാൽ ഓൾറെഡി ആര് നോക്കുന്നുണ്ട് ഇതിനെ, ആടാ 4 നോക്കുന്നുണ്ട് 16. ഇനി വീണ്ടും ഞാൻ 5 വന്നിട്ട് വീണ്ടും ഞാൻ 16 നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വന്നാൽ അത് തെറ്റല്ലേ. അങ്ങനെ ചെയ്യരുത് എന്നാ പറഞ്ഞേ. അങ്ങനെ ചെയ്താൽ അതെന്താവില്ല, 1 1 ആവില്ല. 5 ഇനി നേരെ മറിച്ച് പാവം 4 16 നോക്കുന്നുണ്ട്, ഇനി ഞാൻ വീണ്ടും 16 പോയി നോക്കണ്ട, 5 സ്വയമേ തീരുമാനിക്കുകയാണ് 25 അവിടെ ഫ്രീ ആയിട്ടുണ്ട്, ഞാൻ 25 നോക്കാം. അപ്പം എല്ലാവർക്കും എന്തായി, ഒരു ഫംഗ്ഷൻ വെച്ചിട്ടായി അല്ലേ, എല്ലാവർക്കും ആളായി. അങ്ങനെ 1 1 ഓരോന്നിനും ഓരോ ആളുകൾ വെച്ചിട്ടായി എന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒരാളെ വെച്ചിട്ടായി എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ആഹാ അല്ലേ. മനസ്സിലായില്ലേ ഏകദേശം?
ഒരാൾക്ക് നോക്കിയാളെ പിന്നെയും ഒരാൾ പോയിട്ട് നോക്കരുത്. ഇപ്പോൾ 4 നോക്കുന്നുണ്ട് 16, 5 തോന്നുകയാണ് 16 നോക്കാൻ, അത് തെറ്റാണ്. അപ്പോൾ അത് 1 1 അല്ല. ഇനി നേരെ മറിച്ച് 5 ഇതേപോലെ ഇപ്പോൾ 1 1 നോക്കി, 2 4 നോക്കി, 3 9 നോക്കി, 4 16 നോക്കി. ഇനി 5 ആരെയും നോക്കാനുള്ളൂ? 25 നോക്കാൻ പറ്റുന്നുള്ളൂ. 25 നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായി എല്ലാവർക്കും എല്ലാ എലമെൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസിനെ മാപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇത് 1 1 ആണ്. എല്ലാവർക്കും എല്ലാവരെയും കിട്ടി, വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സെയിം ആളുകൾ കിട്ടിയിട്ട് കാര്യമില്ലാന്ന്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തല്ല 1 1 അല്ല. ഇപ്പം ഇത് 1 1 ആണേ, ആണോ? ആണ്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി വേറൊന്നും പറയാനില്ല. അപ്പോൾ അത് 1 1 ആണ്. ഇനി നമുക്ക് 1 2 ആണെന്ന് നോക്കണ്ടേ? ഓൺ ടു ആണ് നോക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ അതാണ് അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഓൺ ടു ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഒന്നുകൂടി നോക്കണം. ഈ ഇമേജ് ഇതിലില്ല. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയണത് ഈക്വൽ ടു എന്താവണം? ബി ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിലെ എല്ലാ എലമെൻസിനും എയിൽ നിന്ന് സം എലമെൻസിനോട് ഇമേജ് വേണം അണ്ടർ എഫ്. ഓക്കെ, റേഞ്ച് ഓഫ് എഫ് എടുക്കുന്ന നേരത്ത് അവിടെ ആരും എന്ത് ചെയ്യേണ്ടത്? ഒഴിഞ്ഞ് എടുക്കാൻ പാടില്ല. ആരും എന്ത് ചെയ്യരുത്? ഒഴിഞ്ഞൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ കിടന്നാൽ അതെന്തല്ല? ഓൺ ടു അല്ല. ഇതിപ്പോൾ ഓൾറെഡി എല്ലാ എലമെൻസിനും എന്ത് ചെയ്തു? എടുത്തിട്ടുണ്ട്. 1 ആയിട്ടുണ്ട്. ഇപ്പോൾ ബിയിലെ എല്ലാ എലമെൻസിനും എന്ത് വന്നിട്ടുണ്ട്? മാപ്പൊക്കെ വന്നിട്ടുണ്ട്. റേഞ്ച് ഉണ്ട് അല്ലേ? എല്ലാ റേഞ്ച് അല്ലേ ഇത്? അപ്പോൾ റേഞ്ച് ഒന്നും ഇവിടെ ഒഴിഞ്ഞ് കിടക്കണില്ല. അതുകൊണ്ട് എന്താന്ന് പറയാം? ഓൺ ടു ആന്ന് പറയാം അല്ലേ? If every element of B is some image of some elements of A, അത്രേ ഉള്ളൂ, അണ്ടർ എഫ്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓൺ ടു ആണെന്ന് പറയാം. മനസ്സിലായോ? ആദ്യം എഫിൻ്റെ റേഞ്ച് എടുത്ത സമയത്ത് എത്ര എലമെൻസേ ഉള്ളൂ? 5 എലമെൻസേ ഉള്ളൂ. ആ 5 എലമെൻസിനും എന്ത് വന്നിട്ടുണ്ട്? മാപ്പ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിൻ്റെ റേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബിയിനോട് തന്നെ ഈക്വലായിട്ട് വന്നാൽ ഇനി അവിടെ എലമെൻറ്റ്സ് ഒഴിഞ്ഞ് കിടക്കണില്ല. എല്ലാവർക്കും എന്ത് വന്നിട്ടുണ്ട്? മാപ്പ് വന്നിട്ടുണ്ട്, ഇമേജ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? യെസ്, ഏലെ എല്ലാ എലമെൻറ്റ്സ്, ചില എലമെൻറ്റ്സ്, എല്ലാ എലമെൻറ്റ്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇമേജ് വരണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നു? ബിയിൽ പിന്നെ എലമെൻറ്റ്സ് ഒന്നും ഒഴിഞ്ഞു കിടക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓൺ ടു അല്ല. ഒഴിഞ്ഞു കിടക്കാത്ത കാരണം ഇവിടെ ഒഴിഞ്ഞു കിടക്കില്ല. എല്ലാ എലമെൻറ്റ്സിനും എന്ത് വരും? മാപ്പ് വരുന്നുണ്ട്. 1 1 2 4 3 9 4 16 5 25 മാപ്പ് വന്ന കാരണം ഇത് ഓൺ ടു ആണ്. അടുത്ത ലാസ്റ്റിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് എന്താണ്? ഇൻവേഴ്സ് കാണിക്കാനുണ്ട്. എന്താണ് എഫ് ഇൻവേഴ്സ്? അപ്പോൾ 1 1 പഠിച്ചു കൂട്ടാ. 1 1 എന്ന് പറഞ്ഞാൽ എന്താ? എയിലെ ഏതൊരു എലമെൻറ്റ്സ് എടുത്താലും ബിയിലെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനോട് മാപ്പ് വേണം. അതാണ് എവരി എലമെൻറ്റ് ഇൻ എ ഈസ് മാപ്ഡ് ടു ഡിഫറെൻറ്റ് എലമെൻറ്റ് ഇൻ ബി. ദെർഫോർ എഫ് ഈസ് 1 1. പഠിച്ചു കേട്ടോ, അപ്പോൾ തന്നെ പഠിച്ചു. ഇനി ഞാൻ മറക്കരുത്, ഞാനല്ല നിങ്ങൾ മറക്കരുത്. അടുത്തത്, ഇഫ് എവരി എലമെൻറ്റ് ഓഫ് ബി ഇസ് സം ഇമേജ് ഓഫ് സം എലമെൻറ്റ്സ് ഓഫ് എ അണ്ടർ എഫ്. ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിച്ചു? ഓൺ ടു. അപ്പോൾ 1 1 ഓൺ ടു എന്ന് ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്, വിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, ഇങ്ങനെ എഫും 1 1 ആണ് ഓൺ ടു ആയിട്ട് നിങ്ങളെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ വിളിക്കുന്നു എന്ത്? ബൈജക്റ്റീവ് എന്ന്. എഫ് 1 1 ആണ് ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ബൈജക്റ്റീവ്. അങ്ങനെ ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതും ആ ഫംഗ്ഷൻ എന്തുകൂടിയാണ്? ഇൻവെർട്ടിബിളും ആണ്. എഫ് എന്ന് പറയണത് ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ തന്നെയാണ്, ആ ഫംഗ്ഷൻ എന്ന് പറയണത് എന്തുകൂടിയാണ്? ഇൻവെർട്ടിബിളും കൂടിയാണ്. അപ്പോൾ എഫ് ഈസ് ബൈജക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ. അങ്ങനെ എഫ് ബൈജക്റ്റീവ് ആണ് എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയത് കൊണ്ട് തന്നെ എഫ് ഇൻവെർട്ടിബിൾ ആണ്, അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഇൻവേഴ്സ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? യെസ്, ഓൺ 1 1 ഓൺ ടു ആയാൽ മതി. അപ്പോൾ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രമാത്രം പഠിച്ചാൽ മതി. ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എഫ് ഇൻവേഴ്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എഫ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഫിൻ്റെ മുകളിൽ പവർ അല്ലേ? പവറാണ്. പവർ എന്ന് പറയുമ്പോൾ -1 ആണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷനാണ്.
നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും വേണ്ട. എന്തും ആലോചിച്ചാൽ മതി, ബൈജക്റ്റീവ് ആണെന്ന് നോക്കിയാൽ മതി. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിലൊരു പ്രോപ്പർട്ടിയാണ്, സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് നിൽക്കേണ്ടി വരും, ചെയ്യുന്നു വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. 1 1 1 2 ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഇൻവെർട്ടബിൾ ആണ്. 1 1 1 2 ആണെന്നുണ്ടെങ്കിൽ ബൈജക്റ്റീവ് ആണ്. ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻവെർട്ടബിൾ ആണ്. ഇനി തിരിച്ച് പറയാണ്, ഇൻവെർട്ടബിൾ ആണെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കും, ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവെർട്ടബിൾ ആയിരിക്കും. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് നമ്മളോട് പറയും ഇത് 1 1 1 2 ആണെന്ന് കാണിക്കാൻ. നമ്മൾ ഇരുന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് എഫ് ഇൻവെർട്ടബിൾ ആയതുകൊണ്ട് ഇത് ബൈജക്റ്റീവ് ആയിരിക്കും. ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എഫ് 1 1 ആണ്, 1 2 ആണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈജക്റ്റീവ് ആയതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന്. ജസ്റ്റ് അങ്ങോട്ട് പോയ പോലെ തിരിച്ചിങ്ങോട്ട് വന്നാലേ നമുക്ക് കാര്യമുള്ളൂ, അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ബൈജക്റ്റീവ് ആണ് എങ്കിൽ ഇൻവെർട്ടബിൾ ആയിരിക്കും, ഇൻവെർട്ടബിൾ ആണെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കും. ഇവിടെ ബൈജക്റ്റീവ് ആണ്, ബൈജക്റ്റീവ് ആവാൻ കാരണം എന്താ, 1 1 ഉം 1 2 ആണ്. 1 1 1 2 ആണെന്നുണ്ടെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കും, അത് ഇൻവെർട്ടബിൾ ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയി കാരണം എഫ് എക്സിസ്റ്റ് ചെയ്യും, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ എഴുതാം, തിരിച്ചെഴുതാം. നമ്മൾ അങ്ങോട്ട് പോയത് എന്താ, തല തിരിഞ്ഞ സാധനം, അല്ലേ? എഫ് ഈക്വൽ ടു എന്താണെന്ന് എഴുതി വെച്ചേക്കുന്നത്, 1 1 2 4 3 9 4 16 5 25. തിരിഞ്ഞു വന്നു. എക്സ് ഉള്ളത് വൈ ആവും, വൈ ഉള്ളത് എക്സ്. ഒന്ന് ആലോചിച്ചാൽ മതി, എക്സ് ഉള്ളത് വൈ ആയിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. തിരിഞ്ഞു എഴുതുക. അപ്പോൾ 1 1 എന്നുള്ളത് 1 1 ആണ്. പിന്നെ 2 4 എന്നുള്ളത് എന്തായി വരും, 4 2 ആയിട്ട് വരും. 3 9 എന്നുള്ളത് 9 3 ആയിട്ട് എഴുതുക. അതുപോലെ 4 16 എന്നുള്ളത് 16 4 ആയിട്ട് വരും. എക്സ് മാറി വൈ ആയിട്ട് പോയി, അങ്ങനെ ചേഞ്ച് ആയിട്ട് എഴുതിക്കുക. ഇതാണ് എന്ത്, ഇൻവെർട്ടബിൾ. അപ്പോൾ ഇൻവെർട്ടബിൾ എന്താണെന്നും പഠിച്ചു. ഇനി നമുക്ക് എന്തും കൂടിയേ നോക്കാനുള്ളൂ, കോമ്പോസിഷനും കൂടിയേ നോക്കാനുള്ളൂ. കോമ്പോസിഷൻ നോക്കാം, സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻക്ക് ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. എ എന്ന് പറയുന്ന ഫംഗ്ഷനും ബി എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്. അത് കോമ്പോസിഷനാണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ, ഡിമോട്ടല്ല ഡിനോട്ട്. ഓക്കെ, നോട്ട് എഴുതുന്ന പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തിരുത്തി കേട്ടോ. ഡിനോട്ട്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഡിനോട്ടഡ് ബൈ എഫ് കോമ്പോസിഷൻ എഫ്. കോമ്പോസിഷൻ ആ പൂജ്യമിട്ടില്ലേ, കുഞ്ഞേ പൂജ്യമിട്ടാൽ മതിട്ടാ, ഞാൻ കാണിച്ചു തരാം. ജി ഇങ്ങനെ വലുതാക്കി എഴുതുക, കുഞ്ഞി ഇത്രയും വേണ്ടു. ഇത് ഓ എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിച്ചിരിക്കുന്നത്. ഓ വേണമെന്നൊന്നുമില്ല, കുഞ്ഞൊരു പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ ഇതിനാണ് നമ്മളെന്ന് വിളിച്ചത് കോമ്പോസിഷൻ, ജി കോമ്പോസിഷൻ. ആഹാ, നല്ല പേരല്ലേ, ജി കോമ്പോസിഷൻ എഫ്. നന്നായിട്ടുണ്ട്, ശരിയല്ലേ? ഇഷ്ടമായില്ലേ കോമ്പോസിഷൻ? ഓക്കെ, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി. അപ്പോൾ എഫും ജിയും എന്താണ് 1 1 ആണെന്നുണ്ടെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫും, ജി കോമ്പോസിഷൻ എഫും, എഫും ജിയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളത് വായിക്കണം. ഞാൻ പറഞ്ഞുതരാം. എഫ് ജി. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഒരു മിനിറ്റ്, ഇത് എ, ഇത് ബി, ഇത് സി. അങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെയാണ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ആളെയാണ് ഞാൻ എന്ത് വിളിച്ചത്, എഫ് എന്ന് വിളിച്ചത്, അല്ലെ? ആ ഫംഗ്ഷനെയാണ് എഫ് എന്ന് വിളിച്ചത്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ആളെയാണ് ഞാൻ എന്ത് വിളിച്ചത്, ജി എന്ന് വിളിച്ചത്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചത്, അല്ലേ? അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ എഫ് ആണ്. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന അതാണ് ആ ഫംഗ്ഷൻ ആണെങ്കിൽ ജി ആണ്. ഇനി ജി കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഇങ്ങോട്ട് തിരിച്ചെഴുതിക്കുക, ജി കോമ്പോസിഷൻ എഫ് പറയുമ്പോൾ എന്താ, തിരിച്ചിങ്ങോട്ട് എയിൽ നിന്ന് സിയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്കായിരിക്കും, എയിൽ നിന്ന് സിയിലേക്ക്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ഈ ഫംഗ്ഷനെ ഞാൻ എന്ത് വിളിച്ചു, എന്താണ്ടോ എയിൽ നിന്ന് സിയിലേക്ക്. കാരണം ഈ ആളെ ഇനിയിപ്പോൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, എയിൽ നിന്ന് സിയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് പോയാൽ മതി. അത് അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പഠിച്ചേക്കുക. എയും ബിയും എന്താണ്, എഫും ജിയും 1 1 ആണ്.
അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് 1 ആയിരിക്കും. ഓൺ ടു ആണെങ്കിൽ യെസ് എഫും ജിയും ഓൺ ടു ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആയിരിക്കും. എഫും ജിയും ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 1 ആണ്, ഓൺ ടു ആണ്. ഓൺ ടു 1 ഓൺ ടു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബൈജക്റ്റീവ് ആണെങ്കിൽ അത് രണ്ടും കോമ്പോസിഷനും എന്തുതന്നെയായിരിക്കും, ബൈജക്റ്റീവ് ആയിരിക്കും, ജി കോമ്പോസിഷൻ എഫും. അപ്പോൾ ഇത് ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ അങ്ങ് എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞു, കംപ്ലീറ്റ്. ഓക്കെ, എത്ര സമയത്തുകൊണ്ടല്ലേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും ആ രണ്ടാമത്തേൽ തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, കോമ്പോസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തത്. വളരെ ഈസിയാണ്. എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 1 3 4. മാപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു ഫങ്ഷനാണ് കേട്ടോ. ഏത് ബി എന്ന് കൊടുക്കാം, ഇത് ബി തന്നെയല്ലേ, ഇത് സി. അപ്പോൾ എ ടു ബി ആണ് എന്ത്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ബി ടു സി ആണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് ഓക്കെ ആണോ? ഓക്കെ, ഒരു സെറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് 1 3 4 എന്ന് പറയുന്ന സെറ്റിനെ എ എന്ന് കൊടുത്തു, 3 4 5 എന്ന് പറയുന്ന സെറ്റിനെ ബി എന്ന് കൊടുത്തു. 3 4 5 എന്ന് തന്നെയല്ലേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ജി എന്ന് പറയുന്നത് 3 4 5 നിന്ന് എവിടേക്കാണ് പോകുന്നത്, 6 8 10 അങ്ങനെ പോകുന്ന സെറ്റാണ്, ഒരു ഫംഗ്ഷനാണ്. സെറ്റ് എന്ന് പറയുമ്പോൾ സി എന്ന് കൊടുത്തു. ഏത് 6 8 10 ആണ് സി. അങ്ങനെ ഞാൻ ഡിനോട്ട് ചെയ്തു, വിളിച്ചു എന്ന് മാത്രം. അങ്ങനെ വിളിച്ചു, കുഴപ്പമുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കതൊന്നും വേണ്ട. ഞാൻ എക്സാമ്പിളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്താണെന്നാണ് ചോദ്യം. ജി കോമ്പോസിഷൻ എഫ് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജി ഓഫ് എഫ് എന്നാണ്. ജി ഓഫ് എഫ് എന്ന് എഴുതാം. ഈ കോമ്പോസിഷൻ പൂജ്യമില്ലേ, അതെന്താവും, ഓഫ് ആവും, ഇൻറ്റു പോലെ തന്നെ. അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ആണ് കാണേണ്ടത്. ഓക്കെ, ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്, നമ്മൾ എടുത്ത് എഴുതിയതെന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിയതെന്നല്ല, നമുക്കിതാണ് ചോദ്യത്തിൽ കാണാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് എഴുതാം. എഫ് ഓഫ് 3 എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫ് ഓഫ് 3 എത്രയാ, 4. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്, നമുക്കൊന്നും ആലോചിക്കേണ്ട. എഫ് ഓഫ് 3 എന്ന് പറയണത് 3 ആണ് തന്നിട്ടുണ്ട്, 4. സുഖമായില്ലേ? എഫ് ഓഫ് 3യുടെ പ്ലേസിൽ 4 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്, ജി ഓഫ് 4 ആയി. ജി ഓഫ് എഫ് ഓഫ് 3 4 ആയതുകൊണ്ട് എഫ് ഓഫ് 3യുടെ പ്ലേസിൽ 4 എന്ന് കൊടുത്തു. അപ്പോൾ ജി ഓഫ് 4 എന്ന് വന്നു. ജി ഓഫ് 4 എത്രയാണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, 8. അപ്പോൾ ആൻസർ എത്രയാടാ, 8. ഈസി അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ, എളുപ്പമുള്ളൊരു ഭാഗമാണ്. ഇനി അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കാണ്, ലാസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബൈനറി ഓപ്പറേഷൻ ആണ് ടോപ്പിക്കിൻ്റെ പേര്. ബൈനറി ഓപ്പറേഷനിലെ ഒന്നാമത്തെ ഓപ്പറേഷനാണ് കമ്മ്യൂട്ടേറ്റീവ്. ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ടാവും. സ്റ്റാർ ആണ് ഇവിടെ ബൈനറി ഓപ്പറേഷൻ. എ ബൈ എ, ഈ ഇൻറ്റു അല്ലാതെ എ ബൈ എ ആണ്. എ ബൈ എ. അപ്പോൾ സ്റ്റാർ എന്നാണ് ബൈനറി ഓപ്പറേഷൻ ആണ്. അതൊന്ന് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കണം, അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കേണ്ടി വരും. അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, പിന്നെ ഇൻവെർട്ടിബിൾ, നമ്മുടെ ഇൻവെർട്ടിബിൾ ഓർഗനില്ലേ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ബാധ്യസ്ഥനാണ്. ഓക്കെ അല്ലേ, നമ്മളിവിടെ കാണിക്കാൻ പറ്റും, നമുക്കറിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എന്ന് കാണിക്കാം. അസോസിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബ്രാക്കറ്റ് ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി. അതുപോലെ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവും. ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് ഇ. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു എന്തായിരിക്കും, എ ആയിരിക്കും. ഈക്വൽ ടു ഇ സ്റ്റാർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐഡൻറ്റിറ്റി ഇപ്പോൾ നമ്മൾ 1 ഇൻറ്റു എ ചെയ്തെന്താ കിട്ടുക, എ. അങ്ങനെ അപ്പോൾ 1 എന്താണ്, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് പറയാം.
ഇൻറ്റുവിൻ്റെ കേസിൽ ഇനിയിപ്പോൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം സ്റ്റാർ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ അല്ലേ, എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാൻ പ്ലസ് ആണെന്ന് വിചാരിക്കൂ, അപ്പോൾ എന്ത് വേണം 0 + a എന്ത് തന്നെയാണ് a. അപ്പോൾ ഇവിടെ 0 എന്താണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് പറയാം. അങ്ങനെ ഐഡൻറ്റിറ്റി എലമെൻറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തതാണ് എന്ത്, അങ്ങനെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, a സ്റ്റാർ a ഇൻവേഴ്സ് a എന്ന് പറയുന്നത് അവിടെ ഇൻവെർട്ടബിൾ ആയിരിക്കണം. ഇൻവെർട്ടബിൾ ആവുമ്പോഴാണ് അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഇവിടെ ഉണ്ട്, അപ്പോൾ കിട്ടുക അല്ലേ, കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ a1 0 അല്ലേ, അതെന്താ അതൊന്നും ചിന്തിക്കണ്ട. ഈ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റണം. നോക്കാം നമുക്ക്. കമ്മ്യൂട്ടേറ്റീവ് a സ്റ്റാർ b = b സ്റ്റാർ a ആയിരിക്കും. അസോസിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ a സ്റ്റാർ b സ്റ്റാർ c = b സ്റ്റാർ a സ്റ്റാർ a സ്റ്റാർ b സ്റ്റാർ c = a സ്റ്റാർ b സ്റ്റാർ c. സെയിം ബ്രാക്കറ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഇനി ഇത് പഠിച്ചിരിക്കുക, എന്താണ് a സ്റ്റാർ e = e സ്റ്റാർ e. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഇനി ഇതേപോലെ a സ്റ്റാർ a ഇൻവേഴ്സ് = e, a ഇൻവേഴ്സ് സ്റ്റാർ a = e. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ആൻസറിലേക്ക് തന്നെ പോവാം. ആദ്യം ഓടിപ്പോവാം അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും സമയം പോവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ചോദ്യം? Q എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, ഓൺ ക്യൂവിലാണ്. ഡിഫൈൻഡ് ബൈ a സ്റ്റാർ b = a സ്റ്റാർ b പഠിച്ചിരിക്കുക ab/4 ab/4 a സ്റ്റാർ b = ab/4 a സ്റ്റാർ b = ab/4. എയും ബിയും എന്തുതന്നെയാണ്, ഒരു ക്യൂ ആണ്, നമ്മുടെ റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭിന്നസംഖ്യയാണ് പറഞ്ഞിട്ടുണ്ട്. ബൈ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഓൾറെഡി നമുക്ക് തന്നത് കൊണ്ട് തന്നെ എയും ബിയും ഒക്കെ നമ്മൾ എടുക്കണം. ഓക്കെ, തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി എന്നുള്ളത് എ ബി തന്നെ കൊടുക്കാം. അപ്പം നമുക്ക് കാണിക്കുന്നത് എന്താ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കാണണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇ നമുക്ക് തന്നിട്ടുള്ള ക്ലൂ എന്താണ്, a സ്റ്റാർ b = എന്താണ് ab/4. വേറെ ഏത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഈ വരുന്നൊരു ഇക്വേഷൻ, ഈ കാണാൻ പറഞ്ഞാൽ ഏത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി, a സ്റ്റാർ a എന്താണ് e സ്റ്റാർ a. അപ്പോൾ അങ്ങനെ എഴുതി വെക്കരുത്. എന്ത് ചെയ്താൽ മതി, a സ്റ്റാർ e = a എന്ന് ചെയ്യണം, e സ്റ്റാർ a = a എന്നും ചെയ്യണം. ആദ്യം a സ്റ്റാർ e = a എന്ന് ചെയ്യണം, a സ്റ്റാർ e = a. അപ്പോൾ a സ്റ്റാർ e = a ആണ്. a സ്റ്റാർ e എന്താ, a സ്റ്റാർ b എന്താ, ആദ്യം ab/4. അപ്പോൾ a സ്റ്റാർ e എന്താ, ആ ബിയുടെ പ്ലേസിൽ e വരൂടാ. അതെ, e/4 ഈക്വൽ ടു എന്താണ് അവർ തന്നിട്ട്, അവർ ഓൾറെഡി നമുക്ക് അറിയാം, പ്രൂവ് ചെയ്ത് വരുന്നത് എന്താ, a എന്നാണ്. കാരണം ഒന്നുകൂടി പറഞ്ഞുതരാം, a സ്റ്റാർ e = a. a സ്റ്റാർ e എന്ന് പറയുമ്പോൾ എന്താണ് എഴുതാം, ae/4 എന്ന് എഴുതാം, = a. അടുത്തത് ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോവുക അല്ലേ. ഇപ്പോൾ ഇവിടെ കിടക്കണം എന്താ, ae/4 = a എന്നാണ്. ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ ഇൻറ്റു ആയിട്ട് വരും. ഇപ്പോൾ എന്ത് വരും, ae = 4a. എയും ക്യാൻസൽ ആക്കാം, ആൻസർ e = 4. ഇതേപോലെ അടുത്തത് ഇതിൻ്റെ ബാക്കി e സ്റ്റാർ a ചെയ്യാനുണ്ട് അല്ലേ. e സ്റ്റാർ a എന്താണെന്ന് നമുക്കറിയാം, a ആണ്. e സ്റ്റാർ എയുടെ ഇക്വേഷൻ ഈ ചോദ്യത്തിൽ പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, a/4 എന്ന് എഴുതാം. 4നെ അങ്ങോട്ട് കൊണ്ടുപോവുക, എയും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ആൻസർ ഒന്ന് വരും e = 4. അപ്പോൾ e = 4 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് ആകെ അറിയുന്നത് എന്താണ്, e = 4 എന്ന്. അതിവിടെ ഉപേക്ഷിച്ച് പോകരുത്. ഇതിൻ്റെ ബാക്കിയാണ് അടുത്ത ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്, വെറുതെ കളയണ്ട.
ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ തന്നിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ സൈഡുകളിലാണ്, ഇതിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ക്വസ്റ്റ്യനും കാണണമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ എനിക്കറിയാം, ഞാൻ വരച്ചിട്ട് പോവാട്ടോ. എനിക്കറിയാം 4 ആണെന്ന്. അതുപോലെ A ഇൻവേഴ്സ് എന്താന്ന് കൊടുത്തു, B ആണെന്ന് കൊടുക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണെന്ന് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ A ഇൻവേഴ്സ് എന്ന് ചെയ്യുമ്പോൾ ചിലവർക്ക് കത്തിയില്ല, മനസ്സിലായില്ല എന്ന് വരും. ഇപ്പോൾ A സ്റ്റാർ A ഇൻവേഴ്സ് ഓർക്കണില്ലേ, എന്താണ്? ആണ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ ഇല്ലേ. നമുക്ക് കണ്ടത് എന്താടാ, ഇൻവേഴ്സ് എലമെൻ്റ് അല്ലേ. നേരത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടു. അപ്പോൾ വെച്ചിട്ടുള്ളത് എലമെൻറ്റ് നമ്മൾ സോൾവ് ചെയ്തു. A സ്റ്റാർ ഈക്വൽ ടു എന്താണ്, A എന്നുള്ളത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് ഇൻവേഴ്സ് ആണ്. അപ്പോൾ A സ്റ്റാർ A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ആണ് ഇക്വേഷൻ ഇല്ലേ, രണ്ടാമത്തെ ഇക്വേഷൻ അല്ല നാലാമത്തെ ഇക്വേഷൻ. ഓർഡറിൽ പോകുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നാലാമത്തെ എലമെൻറ്റ് എന്തായിരുന്നു, ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷനും പഠിച്ചേക്കാം. അപ്പോൾ ഇൻവേഴ്സ് എലമെൻറ്റ് കാണുമ്പോൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ A ഇൻവേഴ്സിനെ B എന്ന് കൊടുത്തു, തെറ്റില്ലല്ലോ. ഞാൻ അങ്ങ് കൊടുത്തു. ആ A ഇൻവേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടായി വെച്ച് A ഇൻവേഴ്സ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവാം. അപ്പോൾ A സ്റ്റാർ A ഇൻവേഴ്സ് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ A ഇൻവേഴ്സ് എന്ന് പറയുന്നത് B ആണ് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്താം, A സ്റ്റാർ B ഈക്വൽ ടു എന്ന് കൊടുക്കാം. അപ്പോൾ A സ്റ്റാർ B ഈക്വൽ ടു ആണ്. A സ്റ്റാർ B എന്ന് പറയുന്നത് ഇക്വേഷൻ പ്രകാരം, നമ്മുടെ ചോദ്യം പ്രകാരം AB/4 എന്നാണ്. അതവിടെ കൊടുക്കുക. AB/4 എന്ന് പറയുമ്പോൾ AB/4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആണ്. എന്ന് പറയുന്നത് 4 അല്ലേ. എന്ന് പറയുന്നത് 4 ആണെന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു. ഇനി AB ഈക്വൽ ടു എന്ത് വരും, ആ 4 അങ്ങോട്ട് കൊണ്ടുപോയാൽ 4 × 4 16 വരും. AB ഈക്വൽ ടു 16 ആണ്. എനിക്ക് കിട്ടേണ്ടത് B ആണ്, കാരണം B ആണ് ഞാൻ എൻ്റെ എന്ത് A ഇൻവേഴ്സ്. അപ്പോൾ B ഇവിടെ നിർത്താം. B ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 16/A എന്ന് കിട്ടും. ഇതേപോലെ A ഈക്വൽ ടു 4 ആണെന്ന് എനിക്കറിയാം, A ഇൻവേഴ്സ് എന്ന് പറയുന്നത് B ആണെന്ന് അറിയാം. എനിക്ക് വേണ്ടത് എന്താണ്, തിരിച്ച് ഇനി ഞാൻ A സ്റ്റാർ A ഇൻവേഴ്സ് അല്ല ചെയ്തേ. ഇനി A ഇൻവേഴ്സ് സ്റ്റാർ A ആണ്. ഇനി ഈക്വൽ ടു എന്ത് വരും, ആണ്. അതാണ് ഞാൻ ചെയ്യാൻ പോണത്. അത് ചെയ്യുന്ന സമയത്ത് എനിക്കെന്ത് വരും, B സ്റ്റാർ A ഈക്വൽ ടു എന്ന് വരും. B സ്റ്റാർ A എന്ന് പറയുമ്പോൾ ഇക്വേഷൻ പ്രകാരം A സ്റ്റാർ B ഈക്വൽ ടു AB/A ആണ്. അങ്ങനെയാണെങ്കിൽ B സ്റ്റാർ A എന്ന് പറയുന്നത് BA/4 എന്ന് വരും. BA/4 എന്ന് കൊടുത്തു. BA ഈക്വൽ ടു എന്തെന്ന് വരും, ആ 4 അങ്ങോട്ട് കൊണ്ടുപോയ 4 × 4 16 എന്ന് വരും അല്ലേ. അപ്പോൾ BA ഈക്വൽ ടു 16. BA വേണ്ടല്ലോ, നമുക്ക് എന്താ വേണ്ടത്, BA ഈക്വൽ ടു 16 എന്ന് കിട്ടി. അപ്പോൾ Bക്ക് A ആവശ്യമില്ല, Aനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, B ഈക്വൽ ടു 16/A. ശരിയല്ലോ, എളുപ്പമല്ലേ. ഇത് നിങ്ങൾക്ക് സ്പീഡായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി. വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ്, എളുപ്പമല്ലേ. എന്തായാലും കൊടുക്കുക, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈസിയായി വരണം, ഈസിയായി കാരണം അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കണ്ട. അപ്പോൾ A സ്റ്റാർ B സ്റ്റാർ C ഈക്വൽ ടു എന്താണെന്ന് കാണിക്കണം, A അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. തിരിച്ച് ബ്രാക്കറ്റൊക്കെ വരും, അത്രേ ഉള്ളൂ. ഞാൻ A സ്റ്റാർ B സ്റ്റാർ C എന്നുള്ളത് ഇതാണ് തുടങ്ങിയിരിക്കേണ്ടത് കേട്ടോ. നമുക്ക് തിരിച്ചാണ് കാണിക്കേണ്ടത്. ആദ്യം ഇത് സോൾവ് ചെയ്ത് തരണം ആദ്യം. അപ്പോൾ A സ്റ്റാർ B സ്റ്റാർ C എന്ന് പറയുമ്പോൾ A സ്റ്റാർ B എന്ന് പറയുമ്പോൾ എന്താ, AB/4. അപ്പോൾ B സ്റ്റാർ C എന്ന് പറയുമ്പോൾ BC/4. ഇനി വീണ്ടും സ്റ്റാർ വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് വരും, ABC. A സ്റ്റാർ BC/4 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് വരും, 4. ശരിയല്ലേ, ഇൻറ്റു അല്ലേ വരിക, A ഇൻറ്റു BC/4 അല്ലേ. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ എന്തും കൂടി ഉണ്ട്, ഒരു 4 കൂടി വരും. മനസ്സിലായോ? എയുടെ പ്ലേസിൽ A തന്നെ, ബിയുടെ പ്ലേസിൽ ആരാ കിടക്കണേ, BC/4. അപ്പോൾ AB/4 എന്ന പ്ലേസിൽ, ബിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്, വലിയ ആളാ
BC/4 കൊടുക്കുന്നുണ്ട്. അപ്പോൾ BC/4 എന്ന് കൊടുക്കുക. ഓക്കെ, ബിയുടെ പ്ലേസിൽ ആരേനെ കൊടുക്കുക? BC/4 എന്ന് കൊടുത്തു. എടാ AB/4 എന്നല്ല ഇംപ്ലിക്കേഷൻ. ഇവിടെ BC/4 ഉള്ള കാരണം ബിയുടെ പ്ലേസിൽ അതങ്ങനെ കൊടുക്കുക. ഇനി അപ്പോൾ എന്ത് വരും? AB അടുത്ത സ്റ്റെപ്പിൽ ABC ഇതുവരെ ഒന്ന് എഴുതിയെടുക്കുമോ? ഞാൻ അത് അടുത്ത സ്റ്റെപ്പാണ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞുതരാം. A സ്റ്റാർ BC/4 ഈക്വൽ ടു എന്ത് വരും? A സ്റ്റാർ ബിയുടെ ബേസിലെ BC/4 ഓൾ ഡിവൈഡഡ് ബൈ 4. എന്താ ആൻസർ വരിക? പിന്നെ സ്റ്റാർ വേണ്ടല്ലോ അല്ലേ, ഇത് ഇൻറ്റു ആണ്, ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ABC ഇൻറ്റു അല്ലേ /4 എന്ത് വരും? ABC/4. ഇത് എന്താണ്? അടിയിൽ എടുക്കുന്ന ആള് 4/1 എന്ന് എഴുതാം. ഇൻറ്റു എന്തെന്ന് എഴുതാം? 1/4. റെസിപ്രോക്കൽ എടുത്ത് ഡിവിഷൻ ആയതുകൊണ്ട് തിരിച്ചിട്ട് റെസിപ്രോക്കൽ എടുത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ആക്കി മാറ്റാൻ പറ്റും. മൾട്ടിപ്പിൾ ആക്കുമ്പോൾ 4/1 എന്നുള്ളത് എന്തായി വരും? 1/4 എന്നായിട്ട് വരും. അപ്പം ഞാനിതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒന്ന് നോക്കാം നമുക്ക്. A സ്റ്റാർ B സ്റ്റാർ C is equal to A സ്റ്റാർ B സ്റ്റാർ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? B സ്റ്റാർ C എന്ന് പറയുന്നത് BC/4. അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? A സ്റ്റാർ BC/4. A സ്റ്റാർ BC/4. ആൻസർ എന്താ വരിക? പിയുടെ പ്ലേസിൽ BC/4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്ത് വരും? A ഇൻറ്റു BC/4/4. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ABC/4/4 എന്നാണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ABC/4. ഇവിടെ ഡിവിഷൻ എന്ന് പറയണത് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/1 എന്ന് എഴുതിയോണ്ട് തെറ്റില്ല അല്ലേ? ഇതിനെ ഈ ഹരണം എന്നല്ലേ ഡിവിഷൻ എന്താക്കി മാറ്റാൻ പറ്റും? എനിക്ക് മൾട്ടിപ്പിൾ ആക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഇയാളെ എന്ത് ചെയ്താൽ മതി? ഒന്ന് തല തിരിച്ചിടുക, റെസിപ്രോക്കൽ എടുക്കുക. 4/1 എന്നുള്ളത് എന്തായിട്ട് എഴുതുക? 1/4 എന്നാക്കി എഴുതാം. ആൻസർ എന്താ വരിക? ABC/16. ABC/16. ഓക്കെ, ഇനി അടുത്തത് എന്താ? A സ്റ്റാർ B സ്റ്റാർ C. അപ്പോൾ ഇവിടെ A സ്റ്റാർ B എന്താ? AB/4 സ്റ്റാർ C. ഇപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ എനിക്ക് വീണ്ടും ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ എന്താ? AB/4 സ്റ്റാർ C എന്നാണ് ഓപ്പറേഷൻ. അവിടെ ബൈനറി ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് ഈ ആളേനെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? A ആയിട്ട് കണ്ടുവരും. അപ്പോൾ എങ്ങനെ വരും? എഴുതും A സ്റ്റാർ C എന്താണ് നമ്മൾ എഴുതാറ്? AC/4. ഞാൻ അതിനെ A എന്ന് കണ്ടതല്ലേ, ശരിക്കും അത് A ആണോ? അല്ല, AB/4 ആയിരുന്നു. അതവിടെ കൊടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് ABC/4 എന്ന് വരില്ലേ? A ഇൻറ്റു B ഇൻറ്റു C/4 ഇൻറ്റു ഇവിടെ അടിയിൽ എന്താണ്? നേരത്തെ ചെയ്ത പോലെ. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കണ്ടോ. ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇവിടെ അടിയിൽ 4 ആണ്. ആ 4 ഉണ്ടോ? ABC/4 ഡിവിഷൻ 4 ആണ്. /1 എന്ന് എഴുതാം. അപ്പോൾ ഇയാളെ ഇവിടെ നിർത്തുകയാണ്. എങ്ങനെ? ABC/4 എന്ന് തന്നെ എഴുതി. ഈ ആളെ റെസിപ്രോക്കൽ എടുക്കുന്നു, മൾട്ടിപ്പിൾ. കാരണം ഡിവിഷനെ മൾട്ടിപ്പിൾ ആക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അടിയിലുള്ള ടേം, ഡിനോമിനേറ്ററിലുള്ള ടേം റെസിപ്രോക്കൽ എടുത്ത് ഡിവിഷൻ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ആക്കി മാറ്റുക. 1/4 എന്ന് എഴുതാം. എന്തെന്നെ കിട്ടുള്ളൂ? ABC/16 തന്നെ കിട്ടും. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്കത് അയച്ചു തരാം. ഓക്കെ, ഇതിൽ അപ്പോൾ A സ്റ്റാർ B സ്റ്റാർ Cയും A സ്റ്റാർ B സ്റ്റാർ Cയും എന്തെന്നെ കിട്ടി? എനിക്ക് ABC/16 കിട്ടി അല്ലേ? രണ്ടും തന്നെ കിട്ടി. ABC/16 തന്നെ കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റി? ഇത് കഴിഞ്ഞു എന്നല്ല, ഇതിൻ്റെ ആൻസർ അസോസിയേറ്റീവ് ആണ് എന്ന് മനസ്സിലായി അല്ലേ? നമുക്കതൊക്കെ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് എന്തൊക്കെ അറിയാമെന്നല്ല, കുട്ടിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം.
അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം +2 സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ നമ്മൾ നന്നായി നോക്കാനുണ്ട്. ഇതിനെ ഒത്തിരി നോക്കാനുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ഒരാൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.